2017 ഈ സാരഥ്യം ഏറ്റെടുത്ത അന്നു മുതൽ തങ്ങൾ ഉസ്താദ് വേദനിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. അത്രമേൽ പ്രയാസപ്പെടുത്തിയവരാണ്, അത്രമേൽ ബുദ്ധിമുട്ടിച്ച പലരും ഇവിടെയുണ്ട്. പക്ഷേ മഹാനായ തങ്ങൾ ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇദ്ഹബൂ ഫഅൻതും മുത്ലഖാ എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും ചേർത്തിപ്പിടിച്ച് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പ്രവർത്തകരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഒരാജ്ഞ കൽപ്പിച്ചാൽ അവിടെ പിന്നെ നമുക്ക് എതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. ഈ ഉമ്മത്തിന്റെ ഐക്യം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അന്തസ്സോടുകൂടെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തൊരു കാര്യം, അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്തപ്പോൾ ഒരു നിമിഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇർളിന് ഒരു നേരിയ അപമാനം സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ആ മഹാമനുഷ്യന്റെ ഹിമ്മത്ത്, ആ മഹാമനുഷ്യന്റെ ഗീറത്ത് അവിടെയാണ് വെളിവായത്. തങ്ങൾ ഉസ്താദ് പറഞ്ഞു, സമസ്തയുടെ ഇർളിന് അഭിമാനത്തിന് കോട്ടം സംഭവിച്ചാൽ അതിന്റെ മുന്നിൽ മാറുവിരിക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹിൽ വെച്ചുകൊണ്ട് പറഞ്ഞില്ലേ, മക്കം ഫത്ഹിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും മാപ്പ് കൊടുത്ത അതേ റസൂല്, ഞാൻ ഉണക്കമാംസം കഴിച്ച സ്ത്രീയുടെ മകനാണെന്ന് പറഞ്ഞ അതേ റസൂല്, അതിനുശേഷം ഉണ്ടായ ഹുനൈനിൽ ഒരു ചെറിയ താഴ്ചയുണ്ടായ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് അവിടെ പ്രതിഫലിച്ചത്. അതുകൊണ്ട് അങ്ങയിൽ ഞങ്ങൾക്ക് അതിയായ പ്രതീക്ഷയാണ്. ഈ പരിശുദ്ധമായ സമസ്തയെ കാത്തു സൂക്ഷിച്ച് കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഈ സഞ്ചയം സജ്ജമാണെന്ന് ഇവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞുകൊണ്ട്, MT ഉസ്താദിനോട് പറഞ്ഞുകൊണ്ട്, സമസ്തയുടെ നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.